ഓക്കെ, ഇന്ന് ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആകാറായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മാർക്കറ്റിന്റെ ഒരു അനാലിസിസ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും. മാർക്കറ്റ് കാണുമ്പോൾ ഓൾമോസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന്റെ ഒരു ടെൻഡൻസി ഇത് ഒരു കർവിലാണ്. ഈ ഒരു ഏരിയ നോക്കാം. ഇത് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിനെ സെറ്റ് ചെയ്ത് നിപ്പുണ്ട്, നെഗറ്റീവ് സൈഡിലേക്കാണ്. അതൊന്ന് നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റി ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ഒരു ഫ്ലാഗ് പോലെയാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഫ്ലാഗ് പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റില് ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ 51,600 മേളിൽ ക്ലോസ് ചെയ്യണം. അതായത് ഈ ഒരു ഏരിയക്ക് മേളിൽ ക്ലോസ് ചെയ്യണം. 660ക്ക് അബവ് ഒരു ബുള്ളിഷ് ട്രെൻഡ് വന്നേക്കാം. നെഗറ്റീവ് സൈഡിലാണെങ്കിൽ ഒരു 480ക്ക് ബിലോ ഈ ഒരു റേഞ്ച് നോക്കി വെച്ചോ. 660 480 എന്നുള്ള ഒരു റേഞ്ച് നോക്കി വെച്ചോ, അത് യൂസ് ആവും. നിഫ്റ്റിക്ക് ഒന്നുമില്ല, 23,400 എന്നുള്ള ഒരു ലെവല്, മേളിലേക്ക് 560 ഓർ 600 എന്നുള്ള ഒരു ലെവല്, 200 പോയിന്റ് ഒരു ഡിഫറൻസ്. അപ്പൊ ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ ഇപ്പൊ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ അടുത്ത അനാലിസിസ് പറഞ്ഞു തരാം. അപ്പോ ഫസ്റ്റ് എന്താണ്, ആ ഒരു അഗ്രസീവ് ട്രേഡ് ഫസ്റ്റ് ക്യാൻഡിൽ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ലൈവ് വന്നത്. ഞാൻ ഈ ഒരു ലൈൻസ് ഒന്നും മാറ്റിക്കട്ടെ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇപ്പൊ ലോയിൽ തന്നെയാണ്. ഇത് ഇവിടെ ലോയിലാണ്. നോക്കുക, നെഗറ്റീവ് സൈഡിലേക്ക് ഒരു സാധ്യത വന്നേക്കാം. ശ്രദ്ധിച്ച് ചെറിയ ക്വാണ്ടിറ്റിക്ക് ഫസ്റ്റ് ക്യാൻഡിലോ സെക്കൻഡ് ഹാൻഡിലോ ഒക്കെയാണ് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിക്ക് എടുത്താൽ മതി. ഇവിടെ ഓൾറെഡി നമ്മൾ നെഗറ്റീവ് സൈഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, കാണുന്നുണ്ടോ? ഈ ഒരു ലെവൽ ഞാനിപ്പോ വരച്ച പാറ്റേണിന്റെ ലോയിലാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഫ്ലാഗ് പാറ്റേണിന്റെ ഉള്ളിലാണ് സ്റ്റിൽ നിൽക്കുന്ന. ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഓൾറെഡി പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇത് കുറച്ച് ബെയറിഷാണ്. കമ്പയറിംഗ് ടു ബാങ്ക് നിഫ്റ്റി കുറച്ച് വീക്കാണ്. സോ ആ വീക്ക്നെസ് ആണ് ഈ ഒരു ട്രെൻഡിന്റെ താഴെ ഓപ്പൺ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇവിടെ സ്റ്റിൽ ട്രെൻഡിന്റെ അകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോയി. അതായത് ഒന്ന് ബെയറിഷായി, മറ്റേത് സൈഡ് വേസ് പോകുന്നു. സ്റ്റിൽ സൈഡ് വേസിൽ തന്നെ നിൽക്കുന്നത്, പക്ഷെ ക്യാൻഡിൽ വീക്കാണ്. നോക്കിക്കോള്, ഇതിനനുസരിച്ചിട്ട് ഒരു പാറ്റേൺ. നിങ്ങൾക്ക് ഇതിനെയും വേണമെങ്കിൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ സ്റ്റിൽ അകത്താണ് നിൽക്കുന്നത്. ഇത് താഴെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. സോ ഇവനെ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം. ഇവനെ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. റിസ്കിയാണ് ഫസ്റ്റ് ഒരു മിനിറ്റിനകത്ത് എടുക്കാൻ പറയുന്നു. ഞാൻ പേഴ്സണലി എടുക്കാറുണ്ട്, പക്ഷെ വേറൊരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ ആയിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും മാർക്കറ്റ് ഒന്നുകിൽ തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ട്രേഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ മാർക്കറ്റ് നോക്കുക. ഇന്നത്തെ ക്യാൻഡിൽ നെഗറ്റീവിലാണ്, 5 or 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഡയറക്ഷൻ പിടിക്കാന്നുള്ളതാണ്. കാരണം ഈ ഒരു ഏരിയക്കുള്ളിൽ അടുത്ത 15 മിനിറ്റിനുള്ളിൽ അകത്ത് വന്ന് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. സോ അടുത്ത ടാർഗറ്റ്സ് എയിം ചെയ്ത് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ അനാലിസിസ് വീഡിയോ 20 മിനിറ്റോളം പോയി. ഞാൻ പിന്നീട് വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അത്രയും വലിയൊരു വീഡിയോ ആയി പോയി എന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു 5 to 8 മിനിറ്റ്സിനകത്ത് ഞാൻ ക്ലോസ് ചെയ്യാം, അടുത്തൊരാൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ നിഫ്റ്റി 50യുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഞാൻ ഓൾറെഡി അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്നും മാറ്റിയാലേ നിങ്ങൾക്ക് അടുത്ത ക്യാൻഡിൽ സ്ട്രെങ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോ ഒരാള് കുറച്ച് വീക്കാണ് അല്ലെ? ബാങ്ക് നിഫ്റ്റി റെഡിലും കുറച്ച് ടൈം എടുക്കും ഈ ഒരു ലൈൻസ് എടുത്ത് മാറ്റാൻ വേണ്ടിട്ട്. ഓക്കെ, ഇത് ഒന്ന് ശ്രമിക്കുകയാണ് അല്ലെ? നിഫ്റ്റിക്ക് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്, ബാങ്ക് നിഫ്റ്റി വീഴാൻ ശ്രമിക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി 240 താഴെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 200 താഴെ ആകുമ്പോൾ കൺഫേംഡ് ആയി നിങ്ങൾ അതിന് വേണമെങ്കിൽ എയിം ചെയ്തോ. ഈവൻ സൈഡ് വേസ് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കാം, സൈഡ് വേസ് പിടിച്ച് അറ്റ്ലീസ്റ്റ് 23,400 പോയി ഒന്ന് ഹിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു റിലാക്സേഷൻ പീരീഡ് കൊടുക്കണമല്ലോ. 23,440 മേളിൽ വേണമെങ്കിൽ ഈ സൈഡിൽ ചെറിയ ട്രേഡ്സ് എടുക്കാം. ഇപ്പോ രണ്ട് സൈഡിലത്തേക്കും നല്ല ട്രേഡ്സ് ഇല്ല. സോ വെറുതെ പോയി ട്രേഡ് എടുക്കണ്ട. നോക്കിയിട്ട് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ ക്ലോസിലോ 10 മിനിറ്റിന്റെ ക്ലോസിലോ
ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഏകദേശം ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കി വെച്ചോ. ഈ ഒരു ഏരിയ ഇത് ഓക്കെ. ഈ ഒരു ഏരിയക്ക് മേളിൽ നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് ചിലപ്പോ ഒന്ന് ഓക്കെ ഈ ഒരു ബെയറിഷ്നെസ് മാറിയേക്കാം. ഇവിടെയാണെങ്കിൽ ഇത് ഓൾറെഡി ഓക്കെ ആണ്, ഇവിടെയാണ് ഇതിന്റെ ഏരിയ. സോ ഒന്ന് കയറി വന്നേക്കാം. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ നോക്കി വെക്കുക. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്, നോക്കി വെക്കുക. അപ്പൊ കയറി പോകുന്നതാണെങ്കിൽ കുറച്ചേ പോകാനുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഈ ഒരു ഏരിയ പോയിന്റ് വരെ ഉള്ളൂ. ഇതും കയറി വരാനാണെങ്കിൽ ഒരു 651 അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് വീണ്ടും കൺസോൾട്ടേഷൻ ഫേസിൽ ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിനുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ പോകാനുള്ള പ്രോബബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇനി മാർക്കറ്റിന്റെ ലിക്വിഡേഷൻ അനുസരിച്ചിട്ട് ഇത് മാറിപ്പോകും. ഫൈൻ, നമുക്ക് ഇപ്പൊ കണ്ട അനാലിസിസ് ഞാൻ അവിടെ പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ ലിക്വിഡേഷൻ അനുസരിച്ചിട്ട് അവിടുത്തെ അവരെടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് മാർക്കറ്റ് മാറിയേക്കാം. സോ ഇപ്പോഴത്തെ അനാലിസിസ് ഇപ്പോഴത്തെ കാൻഡലിന്റെ അനാലിസിസ് ആണ്. ബാക്കി അവർ ഡിസൈഡ് ചെയ്യും മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്നുള്ളത്. അത് കണ്ടുപിടിക്കുക, ആ ട്രെൻഡ് അനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ ഇല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു തിങ്ക് ചെയ്യുന്ന ഒരു ട്രേഡറിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. സോ ആലോചിച്ച് ട്രേഡ് ചെയ്യുക. എടുത്തു ചാടി ട്രേഡ് ചെയ്യുന്നതിലല്ല കാര്യം. ഒരു 10 മിനിറ്റ്സിന്റെ ക്ലോസിംഗ് കിട്ടുന്ന ഒരു ട്രേഡിൽ അതൊക്കെ റീട്രേസ്മെന്റ് എടുത്ത് കയറുന്നതാണ് സേഫർ ട്രേഡ്. ഫസ്റ്റ് ട്രേഡ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് ഒന്ന് സേഫർ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കാരണം P&L ഗ്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസിനെക്കാളും വേറെ ഒന്നും ട്രേഡിങ്ങിനകത്ത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ക്യാൻഡലും നമ്മുടെ P&L നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ നിന്നും ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് ഒരു ട്രേഡറിന് മോട്ടിവേഷൻ. അല്ലാണ്ട് മോട്ടിവേഷൻ വീഡിയോ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആകത്തില്ല. സോ ട്രേഡ് സെറ്റപ്പ് ക്ലിയർ ചെയ്യുക. ഒരു ലോങ് ലെഗ് ഡോജ് ആണ് ഉണ്ടാകുന്നത്, ഡിസിഷൻ പെൻഡിങ് ആണ്. സോ ഇവിടെ ഒരു ഗ്രേവ് സ്റ്റോൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിസിഷൻ പെൻഡിങ് ആണ്. വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ട്രേഡിനെ നിങ്ങൾക്ക് എന്താണോ ഇവാലുവേറ്റ് ചെയ്യാൻ തോന്നുന്നത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. മോസ്റ്റ്ലി സക്സസ്ഫുൾ ആയിരിക്കും ആദ്യത്തെ ക്യാൻഡലിൽ കയറാത്ത ഒരാൾ. ഫൈൻ, കാരണം ഡിസിഷൻ ഇല്ലാത്ത ഒരു ക്യാൻഡലാണ്. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിനെ കുറിച്ച് റിപ്ലൈ തരാം. പെട്ടെന്ന് വന്നാണ് ലൈവില്, അതുകൊണ്ട് തന്നെ ആള് കുറവാണ്, കുഴപ്പമില്ല. വീഡിയോ കണ്ടോളും, അവര് ബാക്കിയുള്ളവർ കണ്ടോളും. സാധാരണ 9:40 നമ്മുടെ ലൈവ് വരിക. മാർക്കറ്റിൽ ഒരു ഇൻഡെസിഷൻ വരുന്നുണ്ട്. ആദ്യത്തെ ക്യാൻഡലിൽ പോയി നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ക്യാൻഡലിൽ കയറുക. അതുകൊണ്ട് ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈവ് തൽക്കാലം വേണമെങ്കിലും ക്ലോസ് ചെയ്യാം, കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും സ്റ്റോക്ക് റിലേറ്റഡ്? അർജുന ഒന്നും കാണുന്നില്ല. അർജുനൊക്കെ 9:40 എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമായിരിക്കും. തൽക്കാലം നേരത്തെ കയറി എന്നുള്ളതേ ഉള്ളൂ. ഉണ്ടോ വേറെ? പ്രസേട്ടാ ഡൗട്ട് ഇല്ല. ഫായിസ്, സനൻ, കാർത്തി കുഴപ്പമില്ലല്ലോ? ഇല്ല. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. 8 മിനിറ്റ്. ഓക്കെ.